വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിന്റെ മാത്രം സുൽത്താനല്ല, മലയാളത്തിന്റെ മുഴുവൻ സുൽത്താനാണ്. ബഷീറിനെ അറിയാനും പഠിക്കാനും നമ്മുടെ ഫറൂഖിൽ ഒരു പാർക്കുണ്ട്. ഫാം റോക്ക് ഗാർഡൻ ആൻഡ് വൈക്കം മുഹമ്മദ് ബഷീർ പാർക്ക്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാത്തവർ ആരുണ്ട്? ഏത് കുട്ടിക്കും സുപരിചിതൻ. മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം വിശ്വസാഹിത്യ ശാഖയായി മാറി. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു അത്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വച്ചു. അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. ഫറോക്ക് കരുവൻ തിരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെയും ഡോക്ടർ ഹൈമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമായി ചുങ്കം ജംഗ്ഷന് സമീപം ഫറൂഖ് കോളേജ് റോഡിൽ സ്ഥാപിച്ച ഈ പാർക്കിൽ ഉദ്യാനവും ഓഡിറ്റോറിയവും നീന്തൽക്കുളവും ഉൾപ്പെടുത്തി സാംസ്കാരിക വിനോദ കേന്ദ്രമായി നടത്തിക്കൊണ്ടുപോകാനാണ് പദ്ധതി. 1.5 ഏക്കറോളം ഭൂമിയിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം കേരളത്തിലെ ആദ്യത്തെ അക്ഷരോദ്യാനവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബഷീർ കഥാപാത്രങ്ങളെ അവിടെ ദർശിക്കാം. കഥയുടെ കാമ്പും കാണാം. ആനവാരിയും പൊൻകുരിശും എട്ടുകാലി മമ്മൂഞ്ഞും അവിടെയുണ്ട്. വന്നാൽ അവരെ അടുത്ത് കാണാം. ഒപ്പം ഒരു ഫോട്ടോ എടുത്ത് മടങ്ങാം.